പുതുതലമുറയ്ക്ക് ദിശാബോധം പകർന്ന് ഒളിമ്പ്യൻ PR ശ്രീജേഷ്. കൊല്ലം ഹോക്കിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന സമ്പർക്ക് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു പ്രിയതാരം. ഏറെ നേരം കുട്ടികളോട് സംസാരിച്ച ശ്രീജേഷ് മധുരമേറിയ വാക്കുകളിലൂടെ ഓരോരുത്തരെയും ചിന്തിപ്പിച്ചു. കുട്ടികൾക്കായൊരു സമ്മർ ഹോക്കി ക്യാമ്പ്. കൊല്ലത്ത് നടക്കുന്ന ക്യാമ്പിലേക്ക് PR ശ്രീജേഷ് എത്തിയത് തന്റെ പിൻഗാമികളെ കാണാനായിരുന്നു. ഓരോരുത്തരുടെയും കണ്ണുകൾ സിമ്പിളായി വന്ന പ്രിയ താരത്തിലേക്ക്. മുന്നിൽ കണ്ണു നട്ടിരിക്കുന്ന ഹോക്കിയുടെ ഭാവി താരങ്ങളെ ശ്രീജേഷ് സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പുതുതലമുറയോട് പങ്കുവച്ചു. ശരിക്കും മറ്റേ സമ്മർ കോച്ചിങ് ക്യാമ്പ് അങ്ങനെ ഞാനൊക്കെ സമ്മർ കോച്ചിങ് ക്യാമ്പിന് പോയിട്ടുണ്ട് ജീവിരാജയിൽ. അവിടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടല്ല മെയിനായിട്ട് പോകുന്നത്, ഫുഡ് അടിക്കാനും ജേഴ്സിക്കും വേണ്ടിയാണ് പോകുന്നത്. സത്യമായിട്ടും ഞങ്ങൾ ചെറുപ്പത്തിൽ ജീവിരാജയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, അതായത് 8ൽ സമ്മർ കോച്ചിങ് ക്യാമ്പിന് കിട്ടിയില്ല. 9ാം ക്ലാസ്സിൽ വെച്ചിട്ട് സമ്മർ കോച്ചിങ് ക്യാമ്പിന് പോകുന്നതിൻ്റെ മെയിൻ റീസൺ നല്ല ഫുഡായിരിക്കും. 2 നേരം ട്രെയിനിങ്ങേ ഉള്ളൂ, ക്ലാസ്സിൽ പോകണ്ട, നല്ല ഫുഡ് കിട്ടും, അവിടെ കിടന്ന് ഉറങ്ങാം. കൂട്ടുകാർ കുറേ പേരുണ്ട്. ഇന്ന് ഇവിടെ വന്നപ്പം സാറ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം വിമലായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 150 പേരോളം ഉണ്ട് ഇവിടെ ഹോക്കി പഠിക്കാനെന്ന്. ഞങ്ങൾ പഠിക്കുമ്പോൾ അത്രയൊന്നും പേരില്ല, ഏകദേശം ഒരു 10-90-100 പേരൊക്കെ മാക്സിമം ഉണ്ടാവുള്ളത്, ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ചെയ്തിട്ട്. ചടങ്ങിന് പിന്നാലെ ഹോക്കി ഗ്രൗണ്ടിലേക്ക് എത്തിയ ശ്രീജേഷ് കുട്ടികൾക്കൊപ്പം പരിശീലന പാഠവങ്ങൾ പങ്കുവച്ചു. ലഹരിക്കെതിരെ പോരാടാൻ കുട്ടികൾ കായിക രംഗത്തേക്ക് സജീവമാകണമെന്നും ക്യാമ്പിൽ ഒരുപാട് പേരെ കണ്ടതിൽ സന്തോഷമെന്നും PR ശ്രീജേഷ് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചെയ്യുന്ന കാര്യം എല്ലാവരും കയ്യിൽ നോക്കും മൊബൈലുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ മൊബൈൽ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ ഇതിനകത്തേക്ക് അഡിക്റ്റ് ആവാനുള്ള മെയിൻ റീസൺ. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരാൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിടുവാണെങ്കിലും കുട്ടികൾക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ പേരൻസ് ആണെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവർ വൈകുന്നേരം ഗ്രൗണ്ടിൽ വിടുന്നു, ഇവർ എക്സസൈസ് ചെയ്യുന്നു, ഇവർ ഇൻവോൾവ്മെൻ്റ് ആകുന്നു, ഇവർ പരസ്പരം ഒരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ സ്പോർട്സ് അല്ലെങ്കിൽ ഹോക്കി പഠിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം വിജയം മാത്രമല്ല, തോൽവി എങ്ങനെ ഫേസ് ചെയ്യണമെന്നും ഹോക്കി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ കുട്ടികൾക്ക് അവരുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു മൈൻഡ് സ്ട്രോങ് ആക്കി എടുക്കാൻ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം ശരിക്കും പറഞ്ഞ ലഹരിക്കല്ല, സ്പോർട്സിനാണ് കുട്ടികൾ അടിമപ്പെടേണ്ടത്. പ്രിയതാരം മുന്നിലേക്ക് എത്തിയപ്പോൾ സെൽഫി എടുക്കുവാനുള്ള തിക്കും തിരക്കുമായിരുന്നു. അതിനിടെ ഹോക്കിയിലെ സംശയങ്ങളുമായി കുഞ്ഞു താരങ്ങളും ശ്രീജേഷിന്റെ അടുത്തുകൂടി. പത്മഭൂഷൺ ഏറ്റുവാങ്ങുന്നതിനായുള്ള യാത്രയ്ക്ക് മുന്നോടിയായാണ് പ്രിയതാരം കുട്ടികളെ കാണാനെത്തിയത്. അത്ലറ്റിക്സിൽ നിന്ന് ഹോക്കിയിലേക്ക് നയിച്ച കോച്ച് S ജയകുമാറും ജൂനിയർ ടീമിൽ കോച്ചായിരുന്ന രവിവർമ്മ CS ശ്രീജേഷിനൊപ്പം ഉണ്ടായിരുന്നു. ജനം, കൊല്ലം.